ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനാണ് നെയ്മാർ ജൂനിയർ. പിന്തള്ളിയതാവട്ടെ സാക്ഷാൽ പെലെയുമാണ്. നെയ്മാർ ജൂനിയറുടെ ബ്രസീൽ കുപ്പായത്തിലെ കണക്കുകളിലേക്ക് നമുക്കൊന്ന് പോവുകയാണെങ്കിൽ നെയ്മാർ ജൂനിയർ ഇതുവരെ ബ്രസീലിനായി കളിച്ചത് 128 മത്സരങ്ങളാണ്. നെയ്മാർ ബ്രസീൽ കുപ്പായത്തിൽ, മഞ്ഞ കുപ്പായത്തിൽ അല്ലെങ്കിൽ ആ കാനറി കുപ്പായത്തിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 79 ഗോൾ നേടിയിട്ടുണ്ട്. ബ്രസീലിന്റെ കാനറുകളുടെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ. ഗോൾ മാത്രമല്ല, അസിസ്റ്റ് കൊടുക്കുന്നതിലും നെയ്മാർക്ക് പ്രത്യേക കഴിവുണ്ട്. 59 അസിസ്റ്റുകൾ നെയ്മാറുടെ പേരിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഗോൾ അടിക്കാനും ഗോൾ അടിപ്പിക്കാനും നെയ്മാർ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആരാധകർ വലിയ രീതിയിൽ താരത്തിന് തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നതും. കളിമെനയുന്നതിൽ ഒരു ബ്രസീലിയൻ അല്ലെങ്കിൽ സാമ്പാ താളം അത് വീണ്ടെടുക്കുന്നതിൽ നെയ്മാറുടെ റോൾ ചെറുതൊന്നുമല്ല. അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ ഇരിക്കുന്നത്. നെയ്മാറുടെ ഈ സ്റ്റാറ്റ്സ് അത് തന്നെ പറയും അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നസ്. ഒരുപക്ഷെ പരിക്കുകളില്ലായിരുന്നുവെങ്കിൽ മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഒപ്പം തന്നെ ബലന്തോർ അടക്കമുള്ള പുരസ്കാരങ്ങളുടെ നേട്ടത്തിൽ അല്ലെങ്കിൽ മറ്റു പല നേട്ടങ്ങളുടെയും കാര്യത്തിൽ നെയ്മാറും ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പരിക്ക് നെയ്മാറുടെ കരിയറെ അല്ലെങ്കിൽ ചില തെറ്റായ തീരുമാനങ്ങൾ, ക്ലബ്ബ് മാറ്റമൊക്കെ തന്നെ പലരും പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നെയ്മാർക്കും ഒരുപക്ഷെ ഈ മെസ്സി, റൊണാൾഡോ ഇല്ലെങ്കിൽ ആ ഒരു ത്രയത്തിലേക്ക് വരാൻ സാധിക്കുമായിരുന്നു. അവർക്കൊപ്പം തന്നെ തുലനം ചെയ്യാവുന്ന തരത്തിൽ എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ പോകുന്നത് ബ്രസീൽ ടീമിൻ്റെ ഇന്നത്തെ സാധ്യതാ 11 എങ്ങനെയായിരിക്കും എന്നതിൽ തന്നെയാണ്. പറഞ്ഞതുപോലെ അക്ഷയ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ടീമിൽ ഒരു മാറ്റത്തിന് എന്തായാലും സാധ്യതയുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് റഫീഞ്ഞ പരിക്കേറ്റ് പുറത്തായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനി പ്രീ ക്വാർട്ടർ ഘട്ടത്തിലെ അദ്ദേഹത്തിന് തിരിച്ചെത്താൻ സാധിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബ്രസീലിൻ്റെ സാധ്യത 11ലേക്ക് പോവുക. അത് ഇങ്ങനെയായിരിക്കും. എന്തായാലും ബ്രസീലിന്റെ സാധ്യതാ 11ലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ ഗോൾ കീപ്പർ, ഗോൾ മുഖത്ത് അവരുടെ ഏറ്റവും വിശ്വസനായ അലിസൺ ബക്കർ തന്നെയാണ് ഉണ്ടാവുക. കഴിഞ്ഞ 2 മത്സരങ്ങളിലും തകർപ്പൻ സേവുകളുമായി കളം നിറയുന്ന അലിസണെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അലിസൺ മികച്ച പ്രകടനം ഇന്നും കാഴ്ചവെക്കും. പ്രത്യേകിച്ച് സ്കോട്ട്ലൻഡിൻ്റെ ഒരു ടീം, മക്ടോമിയും ഒക്കെ തന്നെ ഉൾപ്പെടുന്ന ടീം ഒരു കിടലൻ ടീം തന്നെയാണ്. യൂറോപ്യൻ ടീമിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അലിസന്റെ പ്രകടനവും അക്കാര്യത്തിൽ നിർണായകമാകുമെന്ന് നമുക്കറിയാം. ഇനി ഡിഫൻസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വരുന്ന ടോപ്പ് 4 ഇതാണ്: ഡാനിലോ, മാർക്യൂനോസ്, ഒപ്പം തന്നെ ഗബ്രിയേലും സാൻഡ്രോയും. അവരുടെ മധ്യനിര അല്ലെങ്കിൽ ഈ സെൻട്രൽ ഡിഫൻസ് അല്ലെങ്കിൽ സെൻട്രൽ ബാക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ആണ്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ്. പക്ഷേ ആദ്യ മത്സരത്തിൽ വലിയ വിമർശനങ്ങൾ കേട്ടതുമാണ് അവരുടെ ഹെയ്ത്തിക്കെതിരായ മത്സരത്തിൽ. എന്തായാലും ഈ മത്സരത്തിലും മാർക്യൂനിയോസും ഗബ്രിയേലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ റൈറ്റ് ബാക്കിൽ വരുന്നത് ഡാനിയലോയാണ്. ഒരു മാറ്റമായി കഴിഞ്ഞ മത്സരത്തിൽ ഒന്നതാണ് ഈ വെറ്ററൻ താരം. അപ്പോൾ ഡാനിയലോയുടെ പ്രകടനം അത്ര കണ്ട് എടുത്തു പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം മികച്ച രീതിയിൽ കളിച്ചു എന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അലക്സാൻഡ്രോ അതേസമയം നല്ല രീതിയിൽ, സാൻഡ്രോയുടെ പ്രകടനം വലിയ രീതിയിൽ പുകഴ്ത്തലുകളും അല്ലെങ്കിൽ കയ്യടികളും നേരിടുന്നതായിരുന്നു. ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ബ്രൂണോ ഗുമറസും ഒപ്പം തന്നെ കാസമീറോയുമാണ് ഉണ്ടാവുക. അവരുടെ ആദ്യ മത്സരത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യ മത്സരത്തിൽ വലിയ നിരാശയായിരുന്നു രണ്ടുപേരും നൽകിയത്. പക്ഷേ രണ്ടാം മത്സരത്തിൽ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചു. ഇനി അവരുടെ അറ്റാക്കിംഗ് മിഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന, കഴിഞ്ഞ മത്സരത്തിലെ അപേക്ഷിച്ച് പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റം. ഈ താരം റയാനാണ്. റാഫീഞ്ഞയ്ക്ക് പകരം അവിടെ കളിക്കുക റയാനായിരിക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇനി മിഡ്ഫീൽഡിൽ ലുക്കാസ് പക്കേറ്റോയുടെ കാര്യവും നേരത്തെ പറഞ്ഞു തന്നെയാണ് വീണ്ടും ആവർത്തിക്കാനുള്ളത്. ആദ്യ മത്സരത്തിൽ വലിയ നിരാശയായിരുന്നു. അദ്ദേഹത്തെ മാറ്റിയപ്പോഴാണ് എന്തെങ്കിലും കളിയിൽ കുറച്ച് മെച്ചം വന്നത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ പക്കേറ്റ നിറഞ്ഞു കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇനി അവരുടെ ലെഫ്റ്റ് ഫ്ലാങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം, ഒരുപക്ഷെ നെയ്മറെ ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിൽ പോലും വിനീഷ്യസ് ജൂനിയർ ആണ്. കാർലോ അഞ്ചലോട്ടിയുടെ വജ്രായുധം. 2 മത്സരങ്ങളിലും ഗോളടിച്ചു, 2 തവണയും ലക്ഷ്യം കണ്ടു. എന്തായാലും ഈ ലോകകപ്പിൽ ബ്രസീൽ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്നതും ഈ 7ാം നമ്പറുകാരനെ തന്നെയാണ്. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ മത്തിയാസ് കൂനിയെ കാണാം. മത്തിയാസ് കൂനിയ വരികയാണെങ്കിൽ മത്തിയാസ് കൂനിയെ ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തെ ഇറക്കാത്തതിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു കാർലോ അഞ്ചലോട്ടി. പക്ഷേ 2ാം മത്സരത്തിൽ ഇരട്ട ഗോളോടുകൂടി മത്തിയാസ് ക്യൂന എന്തുകൊണ്ട് തന്നെ സെലക്ട് ചെയ്തു എന്നതിനുള്ള ഒരു ഉത്തരം കൊടുക്കാൻ മത്തിയാസ് ക്യൂനയ്ക്ക് സാധിച്ചു. അപ്പോൾ ഇതാണ് ബ്രസീലിന്റെ സാധ്യതാ ലൈനപ്പ്. അപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.